അങ്ങനെ റിലീസ് ചെയ്ത് 11 ദിവസം കൊണ്ട് 1400 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പുഷ്പ 2. ഇതിനു മുമ്പ് ബാഹുബലി 2 ആയിരുന്നു ഈ ഒരു കളക്ഷൻ ഫിഗറിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അതായത് 14 ദിവസം കൊണ്ടാണ് ഈ ഒരു റേഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുഷ്പ 2 അത് 11 ദിവസം കൊണ്ട് ഈ ഒരു റെക്കോർഡ് കളക്ഷൻ ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഹൈ സക്സസ്ഫുൾ എന്ന് പറയില്ലേ. അതായത് ഡിസംബർ 5 സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള ഒരു കുറവ് പോലും നോർത്ത് സൈഡ് സംഭവിച്ചിട്ടില്ല. ടിക്കറ്റ്സുകളുടെ ഒരു ഡ്രോപ്പ് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു 10 ദിവസം കഴിയുമ്പോൾ സാധാരണ സിനിമയ്ക്ക് വരുന്നതിനേക്കാളും കൂടുതൽ കളക്ഷനും കൂടുതൽ ടിക്കറ്റ് സെയിലും ഇപ്പോഴും അത് സ്റ്റേബിൾ ആയിട്ട് പുഷ്പ 2 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പൊ എല്ലാവരും നോക്കുന്നത് 2000 കോടി ക്ലബിലേക്ക് എത്തോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ടാണ്. അതായത് ഇപ്പൊ തന്നെ 11 ദിവസം കൊണ്ട് 1409 കോടി ഗ്രോസ് കളക്ഷൻ വന്നു. ഇനി വരാനുള്ളത് ക്രിസ്മസ് വെക്കേഷൻ ആണ്. ക്രിസ്മസ് ടൈമായിട്ട് സിനിമകൾ, വലിയ കാര്യമായിട്ടുള്ള സിനിമകൾ തെലുങ്ക് സിനിമയിലൊന്നും വരുന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ട്, സിനിമകളുണ്ട്, നോർത്ത് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു ഫെസ്റ്റിവൽ ടൈം ആണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയവും ന്യൂ ഇയറും കഴിയുമ്പോൾ ഇനിയിപ്പോ വലിയ സിനിമ വരാനുള്ളത് ഗെയിം ചേഞ്ചറും അതേപോലെ തന്നെ NBKയുടെ പടക്കത്തിനാണ് ജനുവരിയിലാണ്. അപ്പൊ അതുവരെ നല്ല രീതിയിലുള്ള കളക്ഷൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2000 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് പുഷ്പ 2 നേടാൻ സാധിക്കും. അങ്ങനെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രം തന്നെയാവും. അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല. ഓൾറെഡി അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന സിനിമകൾ നല്ല പ്രതീക്ഷകൾ കൊടുക്കുന്ന പ്രൊജക്ടുകളൊക്കെ ആയിരിക്കും. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി അല്ലു അർജുന്റെ സിനിമകളെ നല്ല രീതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നോർത്ത് സൈഡിൽ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രഭാസിന്റെ കാര്യം കാണാനാണ്, പ്രഭാസ്, യാഷ്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് അല്ലു അർജുനും കൂടി വന്നു. അതിൽ പ്രത്യേകത നമ്മൾ മുമ്പത്തെ വീട്ടിലും പറഞ്ഞിട്ടുള്ള പോലെ വിത്തൗട്ട് രാജമൗലിയാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഒരു തരത്തിൽ പോലും നമുക്ക് എന്താ പറയാ, മറ്റുള്ള നടന്മാരെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് രാജമൗലി പുള്ളിക്കാരൻ 1000 കോടി ക്ലബിലേക്ക് കയറാന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരന്റെ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർഡും ഒരു പെർഫോമൻസും കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും പുഷ്പ 2 2000 കോടി എത്തട്ടെ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഞായറാഴ്ച സെക്കൻഡ് സൺഡേ ആണ് പടം റിലീസ് ചെയ്തിട്ട്. അത് ഓൾ ടൈം ഹൈയസ്റ്റ് റെക്കോർഡ് സെക്കൻഡ് സൺഡേ ആണ് പുഷ്പ 2 ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2000 crores എന്ന് പറഞ്ഞ ഫിഗർ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഹിന്ദിയിലെ, അതായത് നോർത്ത് ബെൽറ്റിൽ ഫൈനൽ കളക്ഷൻ ഒരു 750 ടച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ അതും കൂടി വെച്ച് നോക്കുമ്പോൾ വമ്പൻ സെറ്റപ്പ് തന്നെ ആയിരിക്കും പുഷ്പ 2. എന്തായാലും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇനി നമുക്ക് പറയണം നമ്മുടെ മലയാള സിനിമയുടെ കാര്യമാണ് പറയാനുള്ളത്. മലയാള സിനിമയ്ക്ക് ഡിസംബറിൽ വലിയ കാര്യമായിട്ടുള്ള റിലീസുകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ കാണുന്ന ഒരു പടമാണ് നമ്മുടെ ഉണ്ണിമൂന്നന്റെ മാർക്കോ എന്ന് പറയുന്ന പടം. മാർക്കോ ഈ വരുന്ന ഡിസംബർ 20 റിലീസ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ബുക്കിംഗ് ഇന്നലെ ഞായറാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലം ബുക്കിംഗ് ആണ് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഞാൻ ഉദ്ദേശിച്ചത് മാർക്കോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിമൂന്നന്റെ കരിയറിൽ ഇത്രയും ബുക്കിംഗ് കിട്ടിയിട്ടുള്ള സിനിമ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 20 രാവിലെ 10 മണിക്ക് രാഗത്തിൽ നമ്മൾ പടം കാണാനുണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നില്ല. പ്രീവിയസ് പ്രൊമോഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് സിനിമ ഹിറ്റ് ചെയ്യണം. ഒരു ടീസർ ഇറങ്ങിയിട്ടായിരുന്നു, കിടിലൻ ടീസർ ആയിരുന്നു. ഡയറക്റ്റ് സിനിമ തിയേറ്ററിലേക്ക് ഹിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പൊന്നും ഇറക്കി വിടാത്ത കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിൽക്കണം മാർക്കോ കാണാനായിട്ട്. IMDbയിൽ 7ാം സ്ഥാനമൊക്കെ മാർക്കോക്ക് വന്നു നമ്മൾ കണ്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം ഈ സിനിമ കാത്തിരിക്കേണ്ടതാണ്. അതിന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് ടിക്കറ്റ് പോണോണ്ടപ്പോ നമ്മുടെ കിളി പോയിട്ടോ നല്ല രീതിയിലുള്ള സെയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോസും ഫിൽ ആയി വന്ന ദിവസം പടം പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ഉണ്ണിമൂന്നന്റെ കരിയറിൽ കിട്ടിലും ഒരു സാധനം തന്നെയായിരിക്കും മാർക്കോ. ഫാമിലി ഓഡിയൻസ് വലിയ കാര്യമായിട്ട് വരും എന്നുള്ള സിനിമ കണ്ടാൽ തന്നെ അറിയേണ്ടി വരും. കാരണം ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടമാനം ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. 7 ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്നാണ് കേട്ടത്. കുറെ വയലൻസ് സീനുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫാമിലിക്കും കൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പടം ഗംഭീര പടാവട്ടെ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് മാർക്കോയില്. പ്രത്യേകിച്ച് ഹനീഫ് അദീനിക്ക് ലാസ്റ്റ് നിവിൻ പോളിയുടെ പടത്തിൽ നിന്ന് ഒരു ക്ഷീണം കിട്ടിയിട്ടുണ്ട് ബോസ് ആൻഡ് ഗോന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിക്കളയുന്ന രീതിയിൽ മിഗായിലിനെക്കാളും ടോപ്പ് ലെവലിൽ മാർക്കോ വരട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഉണ്ണിമൂന്നൻ ഒരു ആക്ഷൻ സ്റ്റാർ ആണ്. അപ്പോൾ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളിയുടെ ഇന്റർവ്യൂ ആയാലും പുള്ളിയുടെ സിനിമകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആക്ഷൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഭയങ്കര ക്രേസുള്ള സംഭവം തന്നെയാണ്. അപ്പൊ പുള്ളിക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഈ മാർക്കോയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗംഭീരമാവട്ടെ. നമുക്ക് മനസ്സുകൊണ്ട് നല്ല ആഗ്രഹമുണ്ട് പടം ഗംഭീരമായി വരാനായിട്ട്.
ഈ മാർക്കോന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കോന്റെ BGM മ്യൂസിക് ചെയ്യുന്നത് രവി ബാസൂറാണ്, നമ്മുടെ KGF-ന്റെ. അതുകൊണ്ട് തന്നെ കിടിലം BGMസും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ ഓൾറെഡി ഒരു കുറേ സോങ്സുകളൊക്കെ റിലീസ് ചെയ്യുന്നു. അതെല്ലാം നല്ല ഹിറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സ്റ്റൺസ് ചെയ്യുന്നത് കലൈ കിങ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റൺ മാസ്റ്ററാണ്. സോ സ്റ്റണ്ട് എന്തായാലും പട്ടത്തിൽ ചീറും. അത് നമുക്ക് ചില പടങ്ങളുടെ ട്രെയിലറും ടീസറും കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ആ കാര്യത്തിൽ മാർക്കോ കിടുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. എന്തായാലും 20-ാം തീയതി പടത്തിന് 1 ഇനീഷ്യൽ ഉണ്ടായിരിക്കും. ആ ഇനീഷ്യൽ ഉണ്ണിമൂന്നിന്റെ കരിയറിലെ ടോപ്പ് 1 ഇനീഷ്യൽ തന്നെയായിരിക്കും. പടത്തിനെ പറ്റി എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എന്താണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം.